എൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ ബേസിക്കലി ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഒരു ടൂർ പോകുന്ന പോലെയാണ്. അപ്പോൾ ഈ പോകുന്നൊരു ട്രാവലറിലാണ്, എത്തുന്നത് ഒരു ലോഡ്ജിലാണ്. ഈ സിനിമയുടെ പേര് ഇടുക്കി ലോഡ്ജ്. ഈ 11-12 ഇയേഴ്സിൻ്റെ ഫ്രണ്ട്ഷിപ്പിൽ സഡൻലി ഈ പറഞ്ഞ ഒരു ആൺകുട്ടി പെൺകുട്ടി ക്ലോസ് ആയിക്കൊണ്ടിരിക്കുക. ആൻഡ് ആ ആൺകുട്ടീനെ ഇഷ്ടമുള്ള വേറെ പെൺകുട്ടി ഈ ഗ്രൂപ്പിലുണ്ട്. ഇടുക്കി ലോഡ്ജിൽ എത്തിയിട്ട് എല്ലാവർക്കും വേറെ വേറെ റൂം അസൈൻ ചെയ്തു. ഈ ആൺകുട്ടിയും പെൺകുട്ടിയും, ആൺകുട്ടിയുടെ പേര് ആര്യനും പെൺകുട്ടിയുടെ പേര് ജിസേലും, ഇവർക്ക് ഒരു റൂം ഷോർട്ടായപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇവർ ഒരേ റൂമിൽ താമസിക്കാൻ പറഞ്ഞിട്ട് ഒരേ റൂമിൽ താമസിച്ചു. ഒരേ റൂമിൽ താമസിച്ചപ്പോൾ ബാക്കി എല്ലാവർക്കും അത് ശരിയായി തോന്നിയില്ല. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടി തമ്മിൽ ഒരു റൂമിൽ എങ്ങനെ താമസിക്കാൻ പറ്റും? ഇവർ ഫ്രണ്ട്സ് അല്ലേ? ഇതിനകത്ത് മെയിൻ നെക്സ്റ്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലൈൻഡ് ആയിട്ട് ഒരാളാണ്. അയാളുടെ പേരെന്ന് പറഞ്ഞാൽ അനീഷ്. അനീഷ് എന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് കണ്ണ് കണ്ടുകൂടാ, പക്ഷേ ഇയാൾക്ക് എല്ലാം കേൾക്കാനും പറ്റും. ഇയാളുടെ സ്മെല്ലിൻ്റെ സാധനം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദൈവം കൊടുത്തൊരു ഗിഫ്റ്റാണ് ഇയാൾക്ക്. അപ്പോൾ ഒരു രാത്രി 3rd നൈറ്റ് ആയപ്പോൾ പുതിയൊരു ക്യാരക്ടർ അനുമോളുടെ ഒരു എൻട്രി. എന്തോ നടന്നുകൊണ്ടിരിക്കുക, എല്ലാവരും വരൂ എല്ലാവരും വരൂ എല്ലാവരും വരൂ, ഇവരെന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വാതിൽ തുറന്നു നോക്കി ചിരിച്ചിങ്ങനെ നോക്കിയപ്പോൾ ജിസേൽ അവിടെ മരിച്ചു കിടക്കുക. ആര്യൻ ഭയങ്കര പേടിച്ച് ശ്വാസം കിട്ടിയില്ല ആര്യന്. ആര്യൻ ഇങ്ങനെ, ഓ ജിസേൽ ജിസേൽ എന്തു പറ്റി? ജിസേലിന് ഒരു വ്യക്തിനെ ഹത്യ ചെയ്ത പോലെ അയാൾ. ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് ഇനി ഇതൊരു കോമഡി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അനുമോൾ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ സിനിമയുടെ കോമഡി. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു പെർഫ്യൂമിൻ്റെ മണം ഈ പറഞ്ഞ ബ്ലൈൻഡ് ആൾ മണത്ത് നോക്കി. ബ്ലൈൻഡ് ആൾ പറയുന്നത്, എനിക്കറിയാം ഈ ആരാ മർഡർ ചെയ്തേ, എനിക്കറിയാം ആരാ ഈ മർഡർ ചെയ്തേ, എനിക്കറിയാം ആരാ ഈ മർഡർ ചെയ്തേ. എല്ലാവരും ആൾ നോക്കുമ്പോൾ ആരാ ജിസേലിൻ്റെ പെർഫ്യൂമിൻ്റെ മണം നെവിൻ അടിച്ചിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ എല്ലാവരും ശ്രദ്ധ അവിടെ പോകും. ജിസേലിൻ്റെ പെർഫ്യൂം അടിച്ചു മാറ്റിയ നെവിനാണോ കള്ളനിനി? പിന്നെ വന്നത് ഈ ക്യാരക്ടറിൽ വൺ ഓഫ് ദ ലേറ്റായിട്ട് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അക്ബർ ഖാൻ. ആര്യൻ്റെയും ജിസേലിൻ്റെയും നല്ല സുഹൃത്തായ ആളാണ് അക്ബർ ഖാൻ. ആര്യൻ്റെയും ജിസേലിൻ്റെ കയ്യിൽ നിന്ന് കുറേ ഒരു വലിയ അമൗണ്ടിൽ നിന്നൊരു പൈസ വാങ്ങിച്ചിട്ടുണ്ട്, ഒരു കോടികൾ കണക്കിന്. ഈ മേർഡർ കണ്ടിട്ട് ഈ പറഞ്ഞ പോലെ എല്ലാവരും പോലീസിന് വിളിക്കുന്നു. ഈ പോലീസിന് വന്ന വേഷം എന്ന് പറഞ്ഞാൽ ഷാനവാസ്, സാബുമാനും ബിന്നിയും. പക്ഷേ ഇനി സിനിമയുടെ ലാസ്റ്റിൽ എൻഡ് ആവാറാകുമ്പോൾ ഈ പറഞ്ഞ പോലെ ബ്ലൈൻഡ് ക്യാരക്ടറായ അനീഷ് ഒരു കാര്യം റിവീൽ ചെയ്യും. ഞാൻ ആ ദിവസം മണത്ത് നോക്കിയ നെവിനെയാണ് എന്ന് പറയും. അപ്പോൾ എല്ലാവരുടെ ഡൗട്ട് നെവിനോട്ട് പോകും. പയ്യെ ഈ പറഞ്ഞ ഷാനവാസ്, ബിന്നി, സാബു ഈ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അനുമോൾ എന്ന് പറഞ്ഞ വ്യക്തി കോമഡിയാക്കി മരണം എങ്ങനെയാണ് സംഭവിച്ചേ അത് കാണിച്ചുകൊണ്ടിരിക്കുക. ഇതാണൊരു കട്ടിൽ. ആ കട്ടിലെ ഞാൻ ആര്യനും ജിസയിലും ഇങ്ങനെ കിടക്കായിരുന്നു. കൊന്നത് അക്ബർ ഖാനെയാണെന്ന് പറഞ്ഞു അനുമോൾ. ആൻഡ് എപ്പോഴും ഈ പറഞ്ഞ അനുമോൾ എന്ന വ്യക്തി ഒരു ജിംകി ഇടും കാലിൽ. അപ്പോൾ എപ്പോഴും ഈ ബ്ലൈൻഡ് ആൾ രാത്രി 3 മണി കൊലപാതകം നടക്കുന്ന എപ്പോഴും ഒരു രാത്രി 3 മണിക്ക് ഇയാൾക്കൊരു സൗണ്ട് കേൾക്കും, ഈ ജും ചാ ചും ചാ ചും ചാ. അപ്പോൾ ലാസ്റ്റ് സസ്പെൻസ് ആകുമ്പോൾ കുറേ ക്ലൂസും കിട്ടി അനുമോൾ തന്നെയാണ് ഈ പറഞ്ഞ കഥയുടെ മേർഡർ. അങ്ങനെ അതല്ലാത്ത ഒരു ഐ വിറ്റ്നസ് വേണം. പക്ഷേ ഈ പറഞ്ഞ ബ്ലൈൻഡ് ആൾക്ക് ഐ വിറ്റ്നസ് ആവാൻ പറ്റില്ലല്ലോ. ഇയാളൊരു ബ്ലൈൻഡ് അല്ലേ, ഇയാൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അവിടെ ബ്ലൈൻഡ് ആൾ പറയുന്നത്, ഞാൻ ആ ജിംകി 3 മണിക്ക് കേട്ടു. അപ്പോൾ കൊന്നത് അനുമോള് തന്നെയാണ്. ബിഗ് ബോസ് സീസൺ 7 7 പണി 24/7 ജിയോ ഹോട്ട്സ്റ്റാറിൽ.